ഹായ് ഡിയേഴ്സ്, ആശുദ്ധ കെമിസ്ട്രിയിലോട്ട് അവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റ് കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ നോർമലൈസേഷൻ കണ്ടീഷൻ, ഓർത്തോഗോണാലിറ്റി കണ്ടീഷൻ ഇവയെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് എന്നിട്ടൊരു കോൺസെപ്റ്റ് പഠിക്കാറുണ്ട്. പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് അത് പഠിച്ചതിന് ശേഷം അതിനെ നമ്മൾ നേരെ 3 ഡയമെൻഷണൽ ബോക്സിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും പിന്നെ ഡെറിവേഷൻ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഇത്. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഡിയേഴ്സ്, നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ സ്പേസ് നമുക്ക് 3 ഡയമെൻഷൻ ആണ് അല്ലെ. എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഉണ്ട്. ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 ആക്സിസുകൾ വരും. മേ ബി എക്സ് വൈ വരാം, അല്ലെങ്കിൽ എക്സ് സെഡ് വരാം, അല്ലെങ്കിൽ വൈയും സെഡും വരാം. എനിവേ, സോ വൺ ഡയമെൻഷൻ എടുത്താലോ ഏതെങ്കിലും ഒരു ആക്സിസേ വരത്തുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസ്, അല്ലെങ്കിൽ വൈ ആക്സിസ്, അല്ലെങ്കിൽ സെഡ് ആക്സിസ്. സോ ഇതാണ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുമ്പോൾ, ബോക്സ് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും അത് വൺ ഡയമെൻഷൻ അല്ലല്ലോ എന്ന്. പക്ഷെ നമ്മളിവിടെ വൺ ഡയമെൻഷൻ എടുക്കുന്നു, നമുക്ക് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി അതിനൊരു ബോക്സ് ആണെന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എക്സ് ആക്സിസിനാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഏത് ആക്സിസ് ആണ് എടുക്കാൻ, നമ്മൾ എക്സ് ആക്സിസ് എടുത്തു എന്ന് മാത്രം. ആൻഡ് ഇവിടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം. നമ്മൾ ജനറലി പാർട്ടിക്കിൾ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കുറിച്ച് സംസാരിക്കും. സോ അവിടെ ഇലക്ട്രോൺ ആണ് നമ്മൾ പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം ആ ഡയഗ്രാം ഞാനൊന്ന് കാണിച്ചു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വൺ ഡയമെൻഷൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ എക്സ് ആക്സിസ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് വിചാരിക്കാം. ഇത് മൊത്തത്തിൽ എന്റെ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, അതിന് ഫോർ എക്സാമ്പിൾ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കാം. ഇതാണ് 0 എന്നുള്ള പൊസിഷൻ, ഒറിജിൻ. ഓക്കെ, അപ്പൊ ഇത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷൻ. അവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്. ഒറിജിനിൽ എക്സിന്റെ വാല്യൂ 0 ആണല്ലോ. ഇത് ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ എ എന്നൊരു വാല്യൂ എടുക്കാം. സോ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ് അത്. അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. എനിവേ നമ്മൾ ജനറലി എ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു വൺ ഡയമെൻഷനിലാണ് നമ്മുടെ പാർട്ടിക്കിൾ കാണപ്പെടുന്നത് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത് എവിടെയാണ്? ഈ ഒരു സ്ഥലത്ത് മാത്രം, ആ ഒരു റീജിയനിൽ മാത്രമാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. അപ്പുറത്തും ഇല്ല, ഇപ്പുറത്തും ഇല്ല എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് എത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ മുകളിലോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അത് സ്ട്രൈറ്റ് ലൈനാണ് വരേണ്ടത്. ഒന്ന് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്തോളൂ. സ്ട്രൈറ്റ് ലൈനാണ് വരേണ്ടത്. ഓക്കെ, തൽക്കാലം കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഈ വരച്ച വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് പോകുന്നുണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ അല്ല ഉള്ളത്. അപ്പൊ ഇതൊരു ഇമാജിനറി വാളാണ്. ഒരു ഇമാജിനറി വാളാണ്, അല്ലെങ്കിൽ ശരിക്കും വാൾ വെച്ചതൊന്നുമല്ല. അതൊരു ഇമാജിനറി വാളാണ്. ഒരു വാൾ എന്ന് വിചാരിക്കാം. അത് രണ്ടും വാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ പാർട്ടിക്കിൾ ഇപ്പൊ ഇതൊരു ബോക്സ് പോലെ നമുക്ക് തോന്നുന്നു അല്ലെ. ഇപ്പോ ഇത് പിന്നെ മുകളിൽ 2 മുകളിൽ എന്റെ ഇല്ല, എന്നാൽ നമ്മൾ പറയാത്ത ഒരു ബോക്സ് പോലെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്താണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. പക്ഷെ പാർട്ടിക്കിൾ ശ്രദ്ധിച്ചോളൂ, ഈ വേറെ സ്ഥലത്തൊന്നും കാണപ്പെടില്ല. എവിടെ? ഈ ഒരു ലൈനിൽ മാത്രമേ കാണപ്പെടുള്ളൂ. അതുകൊണ്ടാണ് അതിന് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി വെച്ചോ, അത് വൈ ആക്സിസിലോട്ട് പോയി എന്നാണ് അർത്ഥം. അതായത് അത് വൺ ഡയമെൻഷൻ വിട്ട് 2 ഡയമെൻഷനിലോട്ട് എത്തി എന്നാണ് കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ആക്സിസിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വെച്ച ബ്ലാക്ക് കളർ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ മാത്രമേ എവിടെ തൊട്ട് എവിടെ എക്സ് ഈക്വൽ 0 മുതൽ എക്സ് ഈക്വൽ എ വരെ മാത്രം നമ്മുടെ ഇലക്ട്രോൺ, ഐ മീൻ ആ പാർട്ടിക്കിൾ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പാർട്ടിക്കിൾ തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ വെക്കുന്നത് വെച്ചാൽ, ഇതൊരു 3 റീജിയൻ ആണെന്ന് വിചാരിക്കുക. ഒന്ന് ആ ബോക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, പിന്നൊന്ന് നമ്മുടെ ബോക്സ് തന്നെ റൈറ്റ് സൈഡ്, പിന്നെ ആ ബോക്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ 3 റീജിയൻ. 1, 3 ഔട്ട്സൈഡ് ദി ബോക്സ് ആണ്, 2 എന്ന് പറയുന്നത് ഇൻസൈഡ് ദി ബോക്സ് ആണ്. നമ്മളൊരു കണ്ടീഷൻ വെക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇൻസൈഡ് ദി ബോക്സ് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ ഈ ബോക്സിനകത്ത് എന്തില്ല? പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജിന്റെ സിമ്പിൾ നമുക്ക് എന്താണ്? വി ആണ് അല്ലെ. ഇതിനകത്ത് നമ്മുടെ വി എന്താണ്? 0 ആണെന്ന് സാരം. അങ്ങനെയാണ് നമ്മൾ ആ ബോക്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ വാൾ മുതൽക്ക് അങ്ങോട്ടേക്ക് പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്.
സോ ഈ രണ്ട് വാൾസിന് ഇടയിലാണ് പൊട്ടൻഷ്യൽ എനർജി സീറോ. ആ വാൾസിൽ പോലും പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. അതേപോലെ ഔട്ട്സൈഡ് ദി ബോക്സ്, ആ ബോക്സിന്റെ രണ്ട് ഔട്ട്സൈഡ് റീജിയൻസിലും പൊട്ടൻഷ്യൽ എനർജി എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി തന്നെയാണ്. സോ അത് എവിടെ മാത്രമേ സീറോ ഉള്ളൂ? ഇൻസൈഡ് ദി ബോക്സ് മാത്രമാണ് സീറോ. ഇൻക്ലൂഡിംഗ് ദി വാൾസ് ഓഫ് ദി ബോക്സ് ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഒരു കാര്യം ആലോചിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷനിലോട്ട് വരാം. 1 ഡയമെൻഷൻ ആയതുകൊണ്ട് എക്സ് ആക്സിസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ആരും എടുക്കേണ്ട, വൈയും സെഡും എടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ വരിക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ്, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരിക. ആണല്ലോ 8 പൈ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ, 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് വരിക. ആണല്ലോ. സോ 1 ഡയമെൻഷൻ ആയതുകൊണ്ട് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മാത്രം എടുത്ത് ബാക്കിയുള്ള എടുത്തിട്ടില്ല. സോ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇത് വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ 3 സംഭവങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 3 സംഭവങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പൊ 1ഉം 3ഉം ഔട്ട്സൈഡ് ബോക്സ് നമുക്ക് ആദ്യം നോക്കാം. 1ലും 3ലും പൊട്ടൻഷ്യൽ എനർജി വി എന്താണ്? ഇൻഫിനിറ്റി ആണ്. ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ റീജിയനും മൂന്നാമത്തെ റീജിയൻ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വി എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ സൈ 0 ആവണം. വേറെ വഴിയില്ല. കാരണം ഈ ടൈം എന്തായാലും 0 ആവില്ല. ഈ മൈനസ് ഇൻഫിനിറ്റി എനർജി എന്താണ്? ഇൻഫിനിറ്റി അല്ല. സോ എനിവേ ഇതിനൊരു വാല്യൂ ഉണ്ട്. 0 അല്ലാത്ത വേറെ ഏതെങ്കിലും വാല്യൂ, പോസിറ്റീവ് നെഗറ്റീവ് വാട്ടർ റേറ്റ് ഈസ് 0 അല്ലാത്തൊരു വാല്യൂ ഇവിടെ വരും. സോ ഓട്ടോമാറ്റിക്കലി ഇത് മൊത്തത്തിൽ 0 ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്താണ്? സൈ 0 ആവുക എന്നുള്ളതാണ് അർത്ഥം. സൈ 0 ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാനായിട്ട് സാധിക്കും? സൈ സ്ക്വയറും 0 എന്ന് പറയാം. സൈ 0 ആണ്, സൈ സ്ക്വയറും 0 ആണ്. എന്താണ് സൈ സ്ക്വയർ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. സോ ഒന്നാമത്തെ റീജിയനിലും മൂന്നാമത്തെ റീജിയനിലുമാണ് ആ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി വരിക. സോ ആ സ്ഥലങ്ങളിൽ സൈ 0 ആണ്. അപ്പൊ ആ സ്ഥലങ്ങളിൽ സൈ സ്ക്വയർ 0 ആണ്. അതിനർത്ഥം ഔട്ട്സൈഡ് ദി ബോക്സ് നമുക്ക് ആ പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനിലോട്ട് എത്തിയല്ലോ, എത്തി. സോ ഔട്ട്സൈഡ് ദി ബോക്സ് നമുക്ക് എന്തില്ല? ആ പാർട്ടിക്കിളിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഇനി എവിടേക്ക് വരാം? രണ്ടാമത്തെ റീജിയൻ ഇൻസൈഡ് ദി ബോക്സ് വരാം. ഇൻസൈഡ് ദി ബോക്സിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. അപ്പൊ വിക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരും? ആ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? ഇത് ഒന്നാമത്തെയും മൂന്നാമത്തെയും റീജിയന്റെ കാര്യം, ഇത് വന്നിട്ട് രണ്ടാമത്തെ റീജിയന്റെ കാര്യം. അപ്പൊ അവിടെ എന്ത് വരും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്നാണ് വരിക. അല്ലെ? ഇങ്ങനെയാണ് വരിക. കാരണം ഇവിടെ വി 0 ആണ്. അപ്പൊ ബാക്കി ഇ മാത്രമേ ഉള്ളൂ. ആ ഇന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കി മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നല്ലോ. ഈ സംഭവം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ മാത്സിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കുറച്ചോളൂ. ഇപ്പോ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത്തരം ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആൻസറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഇത് മാത്സ് എന്നുള്ള ഒരു പോയിന്റ് ആണ്. അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും കാണപ്പെടുക എന്ന് ചോദിച്ചാൽ എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്നാണ് അതിന്റെ സൊല്യൂഷൻ വരിക. ഇതിലെ എയും ബിയും രണ്ട് കോൺസ്റ്റന്റ്സ് ആണ്. അത് ആര് വേണമെങ്കിലും ആവാം, നമ്മൾ സാധാരണ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇതാണ് ഇതിന് ആൻസർ വരിക. ഏതിന് ആൻസർ വരിക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ സൊല്യൂഷൻ ആണ് എന്ത്? എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ തന്നെയല്ലേ പറയൂ? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സംതിങ് ഇൻറ്റു സൈ. അപ്പൊ ഈ സംതിങ് ആയിട്ടുള്ള ആളെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നമ്മുടെ കെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനെ കെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ആ ഫോർമാറ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? അതിന്റെ സൊല്യൂഷൻ, സോ ഇവന്റെ സൊല്യൂഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം എങ്ങനെ? എ സൈൻ കെ എക്സ് എന്നാണ് എഴുതേണ്ടത്. ഇത് കെ സ്ക്വയർ ആണ്, ഇത് കെ സ്ക്വയർ ആണ്, ആണല്ലോ. അപ്പോ കെ എന്ത് വരും? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ റൂട്ട് ഓഫ്
8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ h സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വരും. എങ്ങനെ വരിക? a sin kx. അപ്പൊ k എന്നുള്ള സ്ഥാനത്ത് ഈ സംഭവം കൊടുത്തു ഇൻറ്റു എക്സ് പ്ലസ് ആര് കൂടി വരും? b cos kx. സോ b ആരാ നമുക്കറിയില്ല. അപ്പൊ ബിനെ ബി തന്നെ എഴുതാം. കോസ് 1 സെക്കൻഡ് k ആര് തന്നെയാണ്, ഇതിന്റെ റൂട്ട് തന്നെയാണ്. അപ്പൊ അതെന്ത് വരും? റൂട്ട് ഓഫ് 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ h സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരിക. അപ്പൊ ഈ ഒരു സ്ക്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഈ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഇതിന്റെ ആൻസർ ഇതാണെന്നുള്ള ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഇൻഫാക്ട് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ബുക്കിൽ തന്നിട്ടുണ്ടായില്ല. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി തന്നു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. അപ്പൊ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ കാര്യം. സോ എനിവേ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് അപ്ലൈ ചെയ്യും. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? ഇതാണ് നമ്മുടെ ബൗണ്ടറി. x = 0യും x = aയും ആണ് നമ്മുടെ ബൗണ്ടറി. ആ ബൗണ്ടറിയിൽ പോലും നമുക്ക് ഇലക്ട്രോൺ ആ പാർട്ടിക്കിളെ കാണാൻ പറ്റില്ല അല്ലെ? കാരണം ആ വാളിൽ, ആ ബൗണ്ടറിയിൽ പോലും പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? സോ ഈവൻ ഇൻ ദീസ് ബൗണ്ടറീസ് ഓർ ദാറ്റ് വാൾസ് പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. സോ ഫൈനലി പാർട്ടിക്കിൾ സൈസ് സ്ക്വയർ 0 ആണ്. അപ്പൊ പാർട്ടിക്കിൾ എവിടെ ഉള്ളൂ? അതിനുള്ളിലേ ഉള്ളൂ. അപ്പൊ x = 0 എന്ന് കൊടുത്താലും സൈസ് 0 ആണ്. x = a എന്ന് കൊടുത്താലും സൈസ് 0 ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ കേസ് ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം x = 0 എന്നുള്ളത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ബൗണ്ടറി കണ്ടീഷൻ ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ x-ന് 0 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ സൈഡ് വാല്യൂ എന്ത് വരണം? 0 എന്ന് വരണം. x-ന് 0 എന്ന് കൊടുത്താൽ സൈഡ് വാല്യൂ 0 എന്ന് വരണം. ആൻഡ് ഒരു കാര്യം, ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ. ആരുടെ സൊല്യൂഷൻ ആണ്? സൈന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു സൈൻ ആണ് കോൺസെപ്റ്റ് അല്ലെ? കാരണം സൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് ചെയ്യാം. അപ്പൊ സൈന്റെ ആൻസർ ആണ് ഇത്. ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൈന്റെ വാല്യൂ ആണ് ഇത്. അതാണ് സൊല്യൂഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ x-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈ 0 ആവും. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പൊ x-ന് 0 കൊടുത്താൽ ഈ ടേം എന്താവും? a sin 0. കാരണം x-ന് 0 കൊടുത്തു. അപ്പൊ ഈ ടേം മൊത്തത്തിൽ 0 ആവും. പ്ലസ് b cos 0. x-ന് 0 കൊടുത്തു. അപ്പൊ ഇത് മൊത്തത്തിൽ 0 ആവും. ഈക്വൽ ടു 0. x 0 ആണെങ്കിൽ സൈൻ 0 ആണ് അല്ലെ? കാരണം x 0 ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമ്മുടെ സൈ 0 ആണ്. ഓക്കെ, അപ്പൊ സൈൻ 0 0 നമുക്കറിയാം. അപ്പോ ഈ ടൈം മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലെ? കാരണം സൈൻ 0ന്റെ വാല്യൂ തന്നെ 0 ആണ്. a × 0 0 ആണ്. ഇത് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാം. ഇനി കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ b × 1 എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അത് b തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? b = 0 എന്ന് അല്ലെ? ഈ ടേം 0 ക്യാൻസൽ ആയി. ഇവിടെ കോസ് 0ന്റെ വാല്യൂ 1 ആണ്. സോ b × 1 b = 0 എന്ന് വന്നു. അപ്പൊ b യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതിനർത്ഥം ഈ സൊല്യൂഷനിൽ ഈ ടേമിനെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കാം എന്നാണ് അതിന്റെ മീനിങ്. കാരണം b 0 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ b × സംതിങ് എന്ന് വെച്ചാൽ അതും 0 തന്നെയാണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ആര് മാത്രമേ ഉള്ളൂ? a sin √8 π² me/h² × x മാത്രമേ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഉള്ളൂ. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x = a എന്നുള്ള സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ a ആരാന്ന് കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അത് ചെയ്യണം. അത് ചെയ്യാൻ എനിക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ തികയുന്നു തോന്നുന്നില്ല. ശരി, ചെയ്യാം, കുറച്ചുകൂടെ ചെയ്യാം. ബാക്കി നമുക്ക് ബോർഡ് മാച്ചിലൊന്നും ചെയ്യാൻ നോക്കിക്കോളൂ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോ ഇനി നമുക്ക് a sin √8 π² me/h² × a. ആ x എന്നുള്ളതിന് വരെ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ? അപ്പോഴും ഈക്വൽ എന്ത് തന്നെയാണ്? 0 തന്നെ കിട്ടണം. ഇനി എന്തായാലും ഈ ടേം നമുക്കില്ല, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനിലും നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. സോ ഓട്ടോമാറ്റിക്കലി സൈ 0 ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു സൈ ആണ്. അപ്പൊ സൈക്ക് വരെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആണല്ലോ. അപ്പൊ നന്നായിട്ട് നോക്കിക്കോളൂ. a എന്തായാലും 0 ആവുന്നില്ല. ഈ ടേം 0 ആണെന്നുണ്ടെങ്കിൽ a × സൈൻ സംതിങ് ആണ് ഉള്ളത് ആണല്ലോ. അപ്പൊ അത് 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ സൈനിന്റെ ടേം മൊത്തത്തിൽ 0 ആവണം. അതിന് ക്യാപിറ്റൽ ലെറ്റർ a ഒരിക്കലും 0 ആവില്ല. എന്തുകൊണ്ടാണ്? ഓൾറെഡി ആ b 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ടേം നമ്മുടെ സൊല്യൂഷനിൽ നിന്നും ഒഴിവായി പോകും. ഈ സൊല്യൂഷൻ ആര് മാത്രമേ ഉള്ളൂ? ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ, ഇത് എവിടത്തെ സൊല്യൂഷൻ ആണ്? ആ സെക്കൻഡ് റീജിയന്റെ സൊല്യൂഷൻ ആണ് അല്ലെ? സെക്കൻഡ് റീജിയന്റെ സൊല്യൂഷൻ ആണ് ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോ ഓൾറെഡി ഈ ഫസ്റ്റ് റീജിയനിലും
തേർഡ് റീജിയനിലും സൈ 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവിടെ പാർട്ടിക്കിളിനെ കാണില്ല. സൈ 0 ആണെങ്കിൽ സൈ സ്ക്വയറും 0 ആണ്. അപ്പൊ രണ്ട് റീജിയനിലും പാർട്ടിക്കിളിനെ കാണില്ല. ഇനി ഈ സെക്കൻഡ് റീജിയനിലും കൂടി സൈ 0 ആയി എന്ന് വെച്ചാൽ അവിടെയും പാർട്ടിക്കിൾ കാണില്ലെന്നല്ല അർത്ഥം. അപ്പൊ പിന്നെ പാർട്ടിക്കിൾ എവിടെയുണ്ട്? ആ ബോക്സിന് വെളിയിലും ഇല്ല ഉള്ളിലും ഇല്ല, പിന്നെ എവിടെയുണ്ട്? അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടായാലും ഔട്ട്സൈഡ് ദി ബോക്സ് പാർട്ടിക്കിൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടിക്കിൾ എവിടെ തന്നെ ഉണ്ട്? ഇൻസൈഡ് ദി ബോക്സ് തന്നെ ഉണ്ട് നമുക്ക് ഉറപ്പായി. ഓക്കെ, അപ്പോ ഓൾറെഡി ഈ ഒരു ടേം കഴിഞ്ഞു. ഇനി എയും കൂടി 0 ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ടേമും മൊത്തത്തിൽ 0 ആവും അല്ലെ? അപ്പൊ ഈ ടേമും 0 ആവും, അത് ഓൾറെഡി 0 ആണ്. 0 + 0 0. അപ്പൊ സൈ അവിടെയും 0 ആവും. അപ്പൊ ഈ സെക്കൻഡ് റീജിയനിലും സൈ 0 ആവും. അപ്പൊ അവിടെയും പാർട്ടിക്കിൾ ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരും. അപ്പൊ അത് ഒരു തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് തർപ്പിച്ച് പറയാം? ഈ ആൻസറിൽ എ എന്ന് പറയുന്ന ആൾ ഒരിക്കലും 0 അല്ല. ഓക്കെ, അപ്പൊ ഇനി ആരാണ് 0 ആവാൻ പോകുന്നത്? ഇവനാണ് 0 ആവാനായിട്ട് പോകുന്നത്. സൈൻ റൂട്ട് ഓഫ് ഇത് ഇൻറ്റു എ, അതാണ് 0 ആവാനായിട്ട് പോകുന്നത്. സൈൻ എപ്പോഴാണ് 0 ആകുക? അത് പൈന്റെ മൾട്ടിപ്പിൾ ആവുമ്പോൾ ആണോ? സൈൻ പൈ എത്രയാണ്? 0. അതായത് സൈൻ 180 0. സൈൻ 360 അതായത് 2π എത്രയാണ്? 0. സൈൻ 540 എത്രയാണ്? 0. സൈൻ 720 എത്രയാണ്? 0. അങ്ങനെ സൈൻ പൈ, സൈൻ 2π, സൈൻ 3π, സൈൻ 4π, സൈൻ 0 ഇവരെല്ലാവരും തന്നെ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? സൈൻ nπ എന്ന് പറയുന്നതാണ് 0 അല്ലെ? അപ്പോ എ ഇൻറ്റു ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എ 0 ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ടേം ആണ് 0 ആകുക. നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എന്താന്ന് വെച്ചാല് ഇപ്പോഴും ഇത് 0 അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ആർക്കെങ്കിലും പിന്നെ ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. എ എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. ആ നമ്പർ 0 ആയാൽ ഇത് എപ്പോഴും 0 എന്നാണ് അർത്ഥം. ഇത് എപ്പോഴും 0 എന്നാണ് അർത്ഥം. അത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സൈൻ ഇത് 0 എന്ന് പറഞ്ഞതിനുള്ള അർത്ഥം ഈ ഒരു ടേം nπ ആവുമ്പോ മാത്രമായിരിക്കും ഇത് 0 ആവുക. അതായത് ഏത് വാല്യൂ വന്നാലും ഇത് 0 ആവില്ല അല്ലെ? അപ്പൊ സൈൻ 90 0 ആണോ? അല്ല. സൈൻ 45 0 ആണോ? അല്ല. സൈൻ 30 0 ആണോ? അല്ല. അപ്പോ ഈ ഒരു ടേം പൈന്റെ മൾട്ടിപ്പിൾ ആവുമ്പോ മാത്രമാണ് ഈ സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ 0 ആവുള്ളൂ. നമുക്ക് ആൻസറും 0 വരുള്ളൂ. അല്ലാണ്ട് ഇതിന് വേറെ ഏത് വാല്യൂ വന്നാലും അത് 0 അല്ല. അപ്പോ ഇത് 0 എന്ന് പറഞ്ഞതിനുള്ള അർത്ഥം അത് എപ്പോഴും 0 എന്നല്ല, അത് nπ ആവുമ്പോൾ മാത്രം 0 എന്നാണ് അർത്ഥം. അപ്പൊ വ്യത്യാസം കിട്ടിയല്ലോ. എ 0 എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് 0 എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവര് 0 എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം nπ ആവുമ്പോൾ മാത്രം 0 എന്നാണ് അർത്ഥം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി റീവൈൻഡ് അടിച്ചിട്ട് ബാക്ക് ഒന്നുകൂടി കണ്ടോളൂ. 1-2 തവണ കേട്ട് നോക്കിക്കോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ മാറിയില്ലെങ്കിൽ അറിയിക്കുക, ഞാൻ ഒന്നുകൂടി നോക്കാം. ഓക്കെ, സോ എനിവേ ഈ ടേം nπ ആയാലാണ് 0 ആവുക. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? nπ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആണല്ലോ. അപ്പൊ ഏതിന് പകരം nπ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഒരു ടേമിന് പകരം. അപ്പോൾ √8π² me/h² ഇൻറ്റു എ, അതാണ് ഏതെന്ന് പറയുന്നത്? nπ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈം nπ ആവുമ്പോഴാണ് നമുക്ക് 0 എന്ന് കിട്ടുക. അപ്പോ ഈ റൂട്ട് ഒന്ന് മാറ്റണം. ആ റൂട്ട് മാറ്റാൻ എന്ത് ചെയ്യാം? സ്ക്വയറിങ് ചെയ്യാം. അപ്പൊ സ്ക്വയറിങ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതുക. ഓക്കെ, വേണ്ട, താഴെ എഴുതി തരാം. സ്ക്വയറിങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് ക്യാൻസൽ ആവും. അപ്പൊ 8π² me/h² ആയിട്ട് മാറും. അത് ആ റൂട്ട് ക്യാൻസൽ ആവും. പക്ഷെ എക്ക് റൂട്ട് ഇല്ല. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ അത് എന്താവും? അത് a² ആവും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയറിങ് ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡും ചെയ്യണം. അപ്പൊ റൈറ്റ് ഹാൻഡ് സ്ക്വയർ എന്താവും? n² π² എന്നായിട്ട് മാറും. ഇങ്ങനെയാണ് വരിക. സോ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഇതിൽ രണ്ട് സൈഡും π² ഉണ്ട്. അത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. π² ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ഈ ഒരു ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ നമ്മൾ നോക്കി ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? ഇ ഈക്വൽ ടു ഓൾറെഡി അവിടെ n² ഉണ്ട്. ഈ ഡിനോമിനേറ്ററിലുള്ള h² പോകുമ്പോൾ അത് h² ആയിട്ട് മാറും. ഹോൾ ഡിവൈഡഡ് ബൈ 8ma². ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ വരിക, എനർജി. സോ എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഈക്വൽ ടു n²h²/8ma². ഇത് ഫസ്റ്റ് സിമ്പിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് സിമ്പിൾ ഇത് മുമ്പത്തെ ക്ലാസ് ഒന്നും ഓർക്കില്ല, ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈസ് ഈക്വൽ ടു n²h² / 8ma². അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ.
എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ആൻസർ. ബോർ മോഡലൊക്കെ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇത്. ഓക്കെ, സോ എനർജിന്റെ ഇക്വേഷൻ ഇതാണ് കിട്ടിയത് കേട്ടല്ലോ. ഇതാണ് നമ്മുടെ ഡെറിവേഷൻ വന്ന മെത്തേഡ്. B0 ആയി, പക്ഷെ A0 ആവില്ല. ബി ആയതുകൊണ്ടാണ് എ ആവാത്തത് കേട്ടല്ലോ. സപ്പോസ് A0 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും B0 ആവില്ല. സോ അതാണ് കോൺസെപ്റ്റ് വരിക. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഡെറിവേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എങ്കിൽ ഇതിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതുകൂടി നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ കണ്ടുപിടിച്ച എനർജിന്റെ ഇക്വേഷനും ആ സൈന്റെ സൊല്യൂഷനും ഒക്കെ നമുക്ക് വേറെ ഏതെല്ലാം രീതിയിൽ അനലൈസ് ചെയ്യാം, അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതോട് നമുക്ക് നോക്കാം. സോ എനിവേ ഞാൻ ഇത് സൊല്യൂഷൻ ഒന്നുകൂടെ എഴുതാനായിട്ട് പോലും നമ്മൾ സൈന്റെ സൊല്യൂഷൻ എന്താ എഴുതിയത്? സൈ ഈക്വൽ ടു എ സൈൻ, പിന്നെ ഈ ഒരു ടേം എഴുതിയിരുന്നില്ല, √8π² ME/h² എന്നുള്ള ടേം എഴുതിയിരുന്നു. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? ഈ എനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ nπ/a എന്ന് എഴുതാം ആണല്ലോ. അപ്പൊ ഈ ഒരു ടേമിന് പകരം nπ/a എന്ന് കൂടി നമുക്കൊന്ന് എഴുതാം. സോ nπ/a. അപ്പൊ k എന്നുള്ളതിന് പകരമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇൻറ്റു എക്സ് കൂടി ഉണ്ട്, എക്സ്. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരിക. സൈ ഈക്വൽ ടു a സൈൻ nπ/a ഇൻറ്റു എക്സ് എന്നുള്ളത് കൂടി നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇതില് ഈ ക്യാപിറ്റൽ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള മെത്തേഡ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ വാല്യൂ മാത്രം എഴുതാം. സോ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് √2 / സ്മോൾ ലെറ്റർ എ എന്നായിരിക്കും വരിക. ആ സ്മോൾ ലെറ്റർ എ എന്താണ്? നമുക്ക് ഇതിന്റെ ലെങ്ത് അല്ലെ, ആ ഒരു ബോക്സിന്റെ ലെങ്ത് 0 മുതൽ എ വരെ എന്നാണ് ഉള്ളത്. സോ ആ ഒരു എ ആണത് വരിക. സോ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞ ആ ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? √2 / a എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയെല്ലാം അനലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ വാല്യൂസ്, എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള വാല്യൂ n² h² / 8ma². ആ ഇക്വേഷൻ നിന്ന് എന്ത് മനസ്സിലാക്കാം? എനർജി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂ അല്ല. ആ ഒരു പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് എന്തല്ല? ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ല, മറിച്ച് അതൊരു ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. n² ടൈംസ് h² / 8ma² ആണ്. എച്ചും കോൺസ്റ്റന്റ് ആണ്, എമ്മും കോൺസ്റ്റന്റ് ആണ്, എയും കോൺസ്റ്റന്റ് ആണ്. സോ ആ ടേംസ് മുഴുവനും കോൺസ്റ്റന്റ് ആണ്. സോ n മാറുന്നതിനനുസരിച്ച് എനർജി മാറും. സോ ദി എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഇൻ ദാറ്റ് വൺ ഡൈമെൻഷണൽ ബോക്സ് ഈസ് ക്വാണ്ടൈസ്ഡ്. സോ അതൊരു ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെല്ലാം എന്താണ്? ഐജൻ ഫംഗ്ഷൻസ് ആണ്. ആ സൈ എന്ന് പറയുന്നത് ഒരു ഐജൻ ഫംഗ്ഷൻ ആണ്. അതിന് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഐജൻ വാല്യൂസ് ആണ്. ബിക്കോസ് എറ്റിഹാഡ് സൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇന്റെ വാല്യൂ ആണ് ഇത് അല്ലെ. സോ ദീസ് വാല്യൂസ് ഫോർ ദോസ് പെർട്ടിക്കുലർ എനർജീസ് ആർ ഐജൻ വാല്യൂസ്. സോ എനർജീസിന്റെ ഓരോരോ വാല്യൂസും എന്ത് വാല്യൂസ് ആണ്? നമ്മളെ ഏജന്റ് വാല്യൂസ് ആണ്. സോ അതും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എന്നിന്റെ വാല്യൂ സാധാരണ 0, 1, 2, 3 എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും ഇവിടെ 0 കൊടുക്കാൻ പറ്റുകയില്ല. നമ്മളെ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് എനർജീസിന് 0 എന്നുള്ള വാല്യൂവും വരാം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ നോക്കുമ്പോൾ എനർജി 0 വരികയില്ല. 0 എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരികയില്ല. സോ മിനിമം എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല? അത് 0 അല്ല. അപ്പൊ 0-നേക്കാളും വലിയ നമ്പറാണ് ആ ഒരു മിനിമം എനർജി. അത് എത്രയായിരിക്കും വരിക? എന്നിന് 1 കൊടുക്കുമ്പോൾ അല്ലെ, എന്നൊരു എന്താണ് നമ്മുടെ നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, എന്നൊരു നാച്ചുറൽ നമ്പർ ആണ്. സോ എന്നിന് കൊടുക്കുന്ന മിനിമം വാല്യൂ എത്ര വരും? 1 വരും. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1² 1 തന്നെയാണ്. സോ എനർജിയുടെ വാല്യൂ എന്ത് വരും? h² / 8ma² എന്ന് വരും. അതൊരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, എത്രയല്ല? 0 അല്ല. സോ ദ മിനിമം എനർജി അതെന്തായാലും എന്തല്ല? 0 അല്ല, ഏതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ആ ഒരു മിനിമം എനർജിക്ക് പറഞ്ഞ പേരാണ് 0 പോയിന്റ് എനർജി. 0 പോയിന്റ് എനർജി. സോ എന്താണ് ഈ 0 പോയിന്റ് എനർജി എന്ന് വെച്ചാൽ ദ മിനിമം എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന്റെ ആ ഒരു മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് 0 പോയിന്റ് എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? h² / 8ma². എച്ചിന്റെയും എമ്മിന്റെയും എയുടെ ഒക്കെ വാല്യൂസ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ആൻഡ് n എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പർ ആണ്. നമ്മൾ എങ്ങനെ ഒരു ക്വാണ്ടം നമ്പർ എന്നാണ് പറയാ? ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വാണ്ടം നമ്പർ തന്നെയാണ് അത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നെയാണ് അത്. represents the shell. n = 1 എന്ന് വെച്ചാൽ k shell, n = 2 എന്ന് വെച്ചാൽ l shell എന്നിങ്ങനെ ഷെൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ആര്? നമ്മളെ n എന്ന് പറയുന്ന കാര്യം അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, സോ എനിവേ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും കിട്ടി. അപ്പൊ ഐജൻ ഫംഗ്ഷൻ ആണ്,
ഐജൻ വാല്യൂ ആണ്, അതേപോലെ തന്നെ അത് ക്വാണ്ടിസൈഡ് ആയിട്ടുള്ള എനർജിയാണ്, അതേപോലെ തന്നെ n എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ ആണ്, പിന്നെ 0 എനർജി എന്താണ്, ഈ വക കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെയെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ്. അങ്ങനെ 1 ഡയമെൻഷൻ ആയിട്ട് മാത്രം മൂവ് ആവുന്ന ആരെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പൈ ഇലക്ട്രോൺസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് പൈ ഇലക്ട്രോൺസിന്റെ കാര്യം. സോ ദി മോസ്റ്റ് suitable example is, the smallest and suitable example is 1,3 butadiene. Okay, so 1,3 butadiene നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ആ മോളിക്യൂൾ ഇങ്ങനെയാണ് കാണപ്പെടുക. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. So this is nothing but 1,3 butadiene. അപ്പൊ രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ടില് ഒരു പൈ ബോണ്ടാണ് ഉണ്ടാകുക. ഒന്ന് സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഒരു പൈ ബോണ്ട് ഉണ്ടാവും. അപ്പൊ രണ്ട് ഡബിൾ ബോണ്ടില് രണ്ട് പൈ ബോണ്ട് ഉണ്ട്. രണ്ട് പൈ ബോണ്ട് എന്ന് വെച്ചാൽ 4 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു മോളിക്യൂളിൽ 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ സിഗ്മ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആ രണ്ട് പെർട്ടിക്കുലർ ആറ്റത്തിന്റെ ഇടയിൽ മാത്രമായിരിക്കും കാണപ്പെടുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു സിഗ്മ ബോണ്ട് ആണെങ്കിൽ, സിഗ്മ ബോണ്ട് ആണ്, അപ്പൊ ഇതിലുള്ള രണ്ട് ഇലക്ട്രോൺസ് ഈ രണ്ട് കാർബൺ ഇടയിൽ തന്നെ നിൽക്കുക, അതിന് എവിടേക്ക് മൂവ് ആകാൻ സാധിക്കില്ല. അതേപോലെ ഈ ഒരു പൈ ബോണ്ട് എടുത്താല്, ആ ഡബിൾ ബോണ്ട് എടുത്താല് അതിൽ ഒരു ബോണ്ട് സിഗ്മ ബോണ്ടാണ്, ഒരു ബോണ്ട് സിഗ്മ ബോണ്ടാണ്, മറ്റൊരു ബോണ്ടാണ് പൈ ബോണ്ട്. അപ്പൊ ആ സിഗ്മ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺസും അവിടെ തന്നെ കാണപ്പെടും. എവിടെ? ആ രണ്ട് കാർബൺ ഇടയിൽ തന്നെ കാണപ്പെടും, മൂവ് ആവില്ല. അതുകൊണ്ട് അവർ ലോക്കലൈസ്ഡ് എന്നാണ് അറിയപ്പെടുക. സോ ദോസ് ഇലക്ട്രോൺസ് വിച്ച് ആർ പ്രസന്റ് ആസ് എ സിഗ്മ ബോണ്ട് ആർ ലോക്കലൈസ്ഡ്, വെയറസ് the pi bonds are, or the electrons present in the pi bonds are delocalized. അവർ ലോക്കലൈസ്ഡ് അല്ല, ആ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആണ്. സോ വിച്ച് മീൻസ് അവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള, ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ആവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവന് നമ്മൾ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. സോ അങ്ങനെ ഇവിടെ രണ്ട്, അവിടെ രണ്ട്, ടോട്ടലായിട്ട് 4 പൈ ഇലക്ട്രോൺസും ഡീലോക്കലൈസ്ഡ് ആണ്. സോ അവർ ഇവിടെ നിന്നും അവിടെ വരെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഇവരിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. സോ പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷൻ ബോക്സ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് ഇവരെത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ പാർട്ടിക്കിൾ ആരാണ്? നമ്മളെ ഇലക്ട്രോൺസ് ആണ്. അത്ര തന്നെ കാര്യം മനസ്സിലായല്ലോ. സോ അവിടെ 1 ഡയമെൻഷൻ മൂവ് ആണ പോലെ ഇവര് മോളിക്കുള്ള ലെങ്ത്തിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന് 0 എന്നുള്ള പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ നല്ലൊരു ഡിസ്റ്റൻസ് ആണ് A. അത്ര തന്നെ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് പോലെ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആണ് നമ്മുടെ പാർട്ടിക്കിൾ. അപ്പൊ M എന്നുള്ള സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇലക്ട്രോണിന്റെ മാസ് ആയിട്ടുള്ള 9.1 × 10⁻³ കിലോഗ്രാം എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു മോളിക്യൂളിന്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്മിഷൻ ചെയ്യാറുണ്ട്. നമ്മളറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എനർജീനെ റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. +2 തൊട്ട് +1 തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ആണ് n²h² 8ma² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് നമുക്ക് അറിയാനായിട്ട്, ഒന്ന് ഹോമോ മറ്റൊന്ന് ലൂമോ. എന്താണ് ഹോമോ എന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ലൂമോ എന്ന് വെച്ചാൽ ലോവസ്റ്റ് അൺഓക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. സോ ഹോമോ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ലൂമോ എന്ന് വെച്ചാൽ ലോവസ്റ്റ് അൺഓക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. സോ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, MOT അല്ലെ. അല്ലെങ്കിൽ σ1s, σ*1s, σ2s, σ*2s എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഓർഡേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ദേ ആർ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നറിയപ്പെടുന്ന ആൾക്കാർ അവരാണ്. സോ അതിൽ ഇലക്ട്രോൺ ഏറ്റവും അവസാനം എവിടെയാണ് നിൽക്കുന്നത്? ഏത് മോളിക്കുലാർ ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നുള്ളത്? അതാണ് ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ഓർ സിംപ്ലി ഹോമോ. ഹോമോ. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏതിലാണ് ഇലക്ട്രോൺ ഉള്ളത് അതാണ് ഹയസ്റ്റ് ഓക്കുപ്പൈഡ്. അതിനേക്കാളും തൊട്ട് മുകളിലുള്ള അടുത്ത മോളിക്കുലാർ ഓർബിറ്റൽ, അവിടെ ആരില്ല? ഇലക്ട്രോൺ ഇല്ല. അതാണ് ഏറ്റവും താഴെയുള്ള അൺഓക്കുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അൺഓക്കുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ലാത്ത മോളിക്കുലർ ഓർബിറ്റൽ, അതാണ് നമ്മുടെ ലൂമോ. സോ ലൂമോ എന്ന് വെച്ചാൽ ലോവസ്റ്റ് അൺഓക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കണമെങ്കിൽ ലാസ്റ്റ് കുട്ടികൾക്കുള്ള ബെഞ്ച് ഏതാണോ അത് ഹോമോ. അതിന്റെ തൊട്ട് ബാക്കിൽ വേറൊരു ബെഞ്ച് ഉണ്ട്, ആ ബെഞ്ചിൽ കുട്ടികളൊന്നും ഇല്ല, അതാണ് ലൂമോ. പിന്നെ അങ്ങോട്ടേക്ക് ബെഞ്ചുകളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ ഗാലറി എടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ കുട്ടി ലാസ്റ്റ് കുട്ടി ഉള്ള ബെഞ്ച് ഏതാണോ അതാണ് ഹോമോ. അതിനുശേഷമുള്ള തൊട്ടടുത്തുള്ളത് ലൂമോ. ബാക്കിയുള്ളവർക്ക് അൺഓക്കുപ്പൈഡ് ആയിട്ട് കടന്നാലും തൊട്ടടുത്തുള്ളതാണ് ലൂമോ.
ഓക്കെ. അപ്പൊ ഈ ഹോമോയിലുള്ള ഇലക്ട്രോൺസ് എപ്പോഴും ലൂമോയിലോട്ട് ചാടാറുണ്ട്. കാരണം ഇവിടെ അങ്ങോട്ട് ചാടാൻ പറ്റുള്ളൂ. അതുപോലെ തിരിച്ചിങ്ങോട്ടേക്കും വരും. സോ ആ ഒരു എനർജി ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ഓക്കെ. സോ ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനർജി മേടിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനർജി കൊടുക്കണം. ആ ചേഞ്ച് ഇൻ എനർജിനെ ഡെൽറ്റ ഇ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ട്രാൻസിഷനിൽ വരുന്ന എനർജി ചേഞ്ചിനെ ഡെൽറ്റ ഇ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലെ, 2 പൈ ബോണ്ട്. അപ്പൊ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഒന്ന് n=1 എന്നുള്ള സ്ഥാനത്ത് കാണപ്പെടും. സോറി, 2 ഇലക്ട്രോൺസ് n=1 എന്നുള്ള സ്ഥലത്ത് കാണപ്പെടും. അടുത്ത 2 ഇലക്ട്രോൺസ് n=2 എന്നുള്ള സ്ഥാനത്ത് കാണപ്പെടും. അപ്പൊ എവിടെ നിന്ന് എവിടേക്കാണ് ചേടുക? 2ൽ നിന്നും 3യിലോട്ട്, തിരിച്ച് 3ൽ നിന്നും 2യിലോട്ട് വരും ആണല്ലോ. സോ n=3 എന്നുള്ള സ്ഥലത്ത് നിന്നും n=2 എന്നുള്ള സ്ഥലത്തോട്ടാണ് ഇലക്ട്രോൺസ് തിരിച്ചു വരിക. വ്യത്യാസം മനസ്സിലായല്ലോ. 4 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ n=1 എന്നുള്ള സ്ഥാനത്ത് 2 ഇലക്ട്രോൺസ് കാണപ്പെടും. രണ്ടാമത്തെ അവിടെ ബാക്കി 2 ഇലക്ട്രോൺസ് കാണപ്പെടും. 4 പേരും കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഹോമോ എന്ന് പറയുന്നത് n=2, ലൂമോ എന്ന് പറയുന്നത് തൊട്ടടുത്തതായിട്ടുള്ള n=3 ആണ്. അവിടുത്തെ എനർജി ട്രാൻസിഷൻ എങ്ങനെ വരും? 3² - 2² അല്ലെ. അതിൽ നിന്നും ഇത് മൈനസ് ചെയ്യണം. സോ ഫൈനൽ എനർജിക്ക് n-ന് 3² എന്ന് കൊടുക്കുക, n²ന്. ലോവർ എനർജിയിൽ n²ന് 2² എന്ന് കൊടുക്കുക. ബാക്കി കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ബാക്കിയുള്ളതിനെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ 3² h²8 ma² - 2² h² 8 ma². അതിന് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾ എഴുതിയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഒരു ആൻസർ വരിക. 9 - 4 5. സോ 5 h² 8 ma². h അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. m അറിയാം, a അറിയാം. ഇതിനെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇ കണ്ടുപിടിക്കാം. ആ ഡെൽറ്റ ഇ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ? നമുക്കറിയാം ഡെൽറ്റ ഇ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ബോറിന്റെ തിയറി പഠിച്ചിട്ടുള്ളതാണ്, h nu. അതിന് ന്യൂ എന്നുള്ളതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? c/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, hc/λ. സോ ഇതിൽ നിന്നും ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എച്ചും അറിയാം, സിയും അറിയാം, ലാംഡ കണ്ടുപിടിക്കാം അല്ലെ. ലാംഡ =hc/Δe. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അത് കറക്റ്റ് ആയിട്ട് വരാറുമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 1-2 പ്രോബ്ലംസ് തന്നിട്ടുണ്ടാവും, നോക്കുക. ഓക്കെ. ഇതേപോലെ ഹെക്സാ ട്രൈ എന്നുള്ള മോളിക്കുലർ തന്നിട്ടുണ്ട്. ഹെക്സാ ട്രൈ ഇ. അപ്പൊ ട്രൈ ഇ 3 ഡബിൾ ബോണ്ട് ആണ്. സോ മൊത്തം 6 പൈ ഇലക്ട്രോൺസ്. സോ 6 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ n=1 2 ഇലക്ട്രോൺ, n=2 അടുത്ത 2 ഇലക്ട്രോൺ, n=3 അടുത്ത 2 ഇലക്ട്രോൺ. സോ ഇതാണ് n=3 ആണ് ഹോമോ, ലാസ്റ്റ് ഇലക്ട്രോൺസ് വന്നിട്ടുള്ളത്. അപ്പൊ n=4 ആണ് ലൂമോ. ആ ലൂമോയിൽ നിന്നും ഹോമോയിലോട്ട്. അപ്പോ 4² - 3² അല്ലെ. 4ൽ നിന്നും 3യിലോട്ട് 4² - 3². 16 - 9 7 h² 8 ma². ഇങ്ങനെയാണ് കോൺസെപ്റ്റിലോട്ട് വരിക. ഓക്കെ. അപ്പൊ അതൊരു കാര്യം കൂടി അറിഞ്ഞു വെക്കാം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ എനർജി ട്രാൻസിഷൻ വരുന്നത്. അപ്പൊ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് രണ്ടാം ജസ്റ്റ് നോക്കി വെക്കാം നിങ്ങൾ ഇനിവേ. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. +2 പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, സോറി +1 പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നോഡ്സ്. നോഡ് എന്താണ്? നോഡ് എന്ന് വെച്ചാൽ എന്താണ്? നോഡ് എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ ഓർ ദി ഇലക്ട്രോൺ ഈസ് 0. അങ്ങനെയുള്ള സ്ഥലത്തിന് പറഞ്ഞ പേരാണ് നോഡ്. ഓക്കെ. അപ്പൊ n വാല്യൂ എന്താണോ അതനുസരിച്ച് എത്ര നോഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. നോർമലി നോഡ്സ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കാറുണ്ട്. റേഡിയൽ നോഡും ആംഗുലർ നോഡ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് തലത്തിൽ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നോഡ് എന്നേ ഉള്ളൂ. അപ്പൊ n വാല്യൂ എത്രയാണോ അതിൽ നിന്നും 1 കുറയ്ക്കുക, അത്രയും നോഡ്സ് ആണ് കാണപ്പെടുക. അപ്പൊ n=5 ആണെങ്കിൽ ആ സ്ഥലത്ത് 4 നോഡ് കാണപ്പെടും. കാരണം 5 - 1 4 ആണ്. അപ്പൊ 4 നോഡ്സ് കാണപ്പെടും. അപ്പൊ n=10 ആണെങ്കിലോ 9 നോഡ് കാണപ്പെടും. എന്നർത്ഥം എന്ന് വെച്ചാൽ 9 സ്ഥലത്ത് ആ n=10 എന്ന് പറഞ്ഞ ആ ഒരു ഷെല്ലെടുത്താൽ അതിൽ 9 സ്ഥലത്ത് ഇലക്ട്രോൺ കാണപ്പെടില്ല, ഐ മീൻ ആ പാർട്ടിക്കിൾ കാണപ്പെടില്ല എന്ന്. അപ്പൊ n=1 എടുത്താലോ 1 - 1 0. അവിടെ നോഡേ ഇല്ല എന്ന് വെച്ചാൽ എല്ലാവിടെയും ഇലക്ട്രോൺ കാണപ്പെടും. ആ ഏരിയ എത്രയുണ്ടോ, ആ ഒരു ലെങ്ത് എത്രയുണ്ടോ അവിടെ എല്ലാവിടെയും ഇലക്ട്രോൺ കാണപ്പെടുമെന്ന് അർത്ഥം. അപ്പൊ നോഡ് 0 എന്ന് വെച്ചാലുള്ള കോൺസെപ്റ്റ് അതാണ്. അവിടെ ഫുള്ള് മാറ്റം കാണപ്പെടും, ഇലക്ട്രോൺ കാണപ്പെടും, എവിടെ വേണമെങ്കിലും കാണപ്പെടും. സോ ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഈസ് 0. അതിന് പറയുന്ന പേരാണ് എന്ത്? നോഡ്. സോ വാട്ട് ഈസ് മീൻ ബൈ നോഡ് എന്ന് ചോദിച്ചാൽ നോഡ്സ് ആർ ദോസ് പൊസിഷൻസ് ഓർ ദോസ് ലൊക്കേഷൻസ് അറ്റ് വിച്ച് the probability of finding the particle is 0. Usually particle no alle electron thaneyanu nammal parayarulladu. The probability of finding the electron is 0. കേട്ടല്ലോ. സോ അപ്പൊ ഇത്രയുമാണ് നമുക്ക് പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത ടോപ്പിക്കാണ് പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്. പക്ഷെ അത് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്.
മാത്സ് നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പ്ലസ് ടു പഠിച്ചിരിക്കണം ആക്ച്വലി. സോ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും. അല്ലെങ്കിൽ ആ മെത്തേഡ് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാം. സോ അത് ഇപ്പൊ പറയുന്നില്ല, അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. സോ എനിവേ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യാം. അടുത്ത ക്ലാസ് കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.